ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ട് ചാറ്റ് ജി പി ടിന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. സോ നമ്മൾ ഗൂഗിൾ ആദ്യം ഓപ്പൺ ചെയ്യുക, ദെൻ ചാറ്റ് ജി പി ടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ചാറ്റ് ജി പി ടി ഓപ്പൺ ആയി കഴിയുമ്പം അതിൽ ചാറ്റ് ജി പി ടി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ദെൻ ഇങ്ങനെ ഒരു വിൻഡോ വരും, സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഇത് നമുക്ക് എന്താണോ വേണ്ടത്, ഇങ്ങനെ ഒരു ലോഗോ വന്നു കഴിയുമ്പോൾ അത് സ്റ്റേ ലോഗ്ഡ് ഔട്ട് ചെയ്താൽ മതി. അത് നമ്മൾ സൈൻ ഇൻ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്താണോ കണ്ടൻറ്റ് വേണ്ടത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗിവ് മി എ VBA കോഡ് എന്നുള്ളത് മെയിനായിട്ട് കൊടുക്കുക. ഗിവ് മി എ VBA കോഡ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഫോർ ദി പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. ഇനി എത്ര കണ്ടൻസ് വേണോ അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര സ്ലൈഡ് വേണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇറ്റ് മീൻസ് BA 10 സ്ലൈഡ് 9 സ്ലൈഡ് എത്ര സ്ലൈഡ്സ് വേണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പം നമ്മൾ കണ്ടൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ നമുക്ക് നമ്മുടെ സ്ലൈഡ്സിനുള്ള കോഡ് വരും. നമ്മൾ VBA കോഡാണ് ചോദിച്ചത്, അതുകൊണ്ട് കോഡ് വരും. ദെൻ ആ കോഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന എത്ര സ്ലൈഡ് ഉണ്ടോ അത്രയൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടൻസ് ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അതിൻ്റെ മുകളിൽ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയി കോപ്പി ചെയ്യുക. ദെൻ ഇനി പവർ പോയിൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ Alt F11 പ്രസ് ചെയ്യുക. നമ്മൾ Alt F11 പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ ഇൻസേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ നമ്മുടെ ചെയ്തത് നമ്മൾ എടുത്ത VBA കോഡ് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. Ctrl+V ചെയ്യുക. Ctrl+V അടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ദെൻ അത് റൺ ചെയ്ത് കൊടുക്കുക. മുകളിൽ റൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, റൺ ചെയ്ത് കൊടുക്കുക. റൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എന്താണോ കണ്ടൻറ്റ് അടിച്ചു കൊടുത്തത് അതിനുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എത്ര സ്ലൈഡ്സ് ഉണ്ടോ അത്രയും സ്ലൈഡ്സിൽ വരും. സോ ഈ വിൻഡോ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ആ വിൻഡോയുടെ ബാക്കിൽ ആ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാകും. സോ വിൻഡോ മിനിമൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. LSMW in SAP ആണ് ഞാൻ ചോദിച്ചിരുന്നത്. കണ്ടൻറ്റിലുള്ള ഞാൻ ചോദിച്ച 10 സ്ലൈഡ്സും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടൻസ്, ഫീച്ചേഴ്സ്, കൺക്ലൂഷൻ എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് പവർ പോയിൻറ്റിലാക്കി കിട്ടും. ഇനി നമുക്ക് എഡിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തെടുക്കുക. പിന്നെ തീംസ് എന്തെങ്കിലും സെലക്ട് ചെയ്യണം, തീംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പവർ പോയിൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. സോ PPT തയ്യാറാക്കാൻ ഗൂഗിളിൽ നിന്ന് എങ്ങനെ PPT തയ്യാറാക്കാം എന്നുള്ളത് ഈസി വേ ആണിത്. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. താങ്ക് യു.